നമസ്കാരം. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന ലോക്ക്ഡൌൺ ജൂൺ 9 വരെ നീട്ടാൻ സർക്കാർ തീരുമാനിച്ചു. സ്വർണ്ണക്കടകളും തുണിക്കടകളും ചെരുപ്പ് കടകളും ഹാർഡ്വെയറുകളും മൊബൈൽ ഷോപ്പുകളും നിബന്ധനയ്ക്കനുസരിച്ച് തുറക്കാൻ അനുമതി നൽകും. കള്ളുഷാപ്പുകൾ തുറക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. പക്ഷേ ബാറുകൾ ലോക്ക്ഡൌണിന് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ. കയർ ഫാക്ടറികളും കശുവണ്ടി ഫാക്ടറികളും തുറന്നു കൊടുക്കുകയും ഹോം ഡെലിവറി സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ എന്തിനാണ് ഇത്തരമൊരു ഇളവ്? ഇനി ഏത് സ്ഥാപനങ്ങളാണ് തുറക്കാനുള്ളത്? ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും വാഹന ഷോറൂമുകളും മാത്രം. ഇപ്പോൾ തന്നെ മിക്ക സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. റോഡുകളിലെ തിരക്കും ഏറെക്കുറെ സാധാരണ പോലെയായിരിക്കുന്നു. പോലീസുകാർ പോലും മടുത്തിരിക്കുന്നു. പരിശോധനയിൽ പോലീസ് ഇപ്പോൾ പഴയതുപോലെ ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഇത് ആൾക്കാർ നന്നായി മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് 194 പേരാണ്. മരണനിരക്കാകട്ടെ ഓരോ ദിവസവും കൂടി വരികയും ചെയ്യുകയുമാണ്. ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ ഫലപ്രദമല്ലെന്നുള്ള അഭിപ്രായങ്ങൾ പലയിടത്തും നിന്ന് ഉയരുന്നുണ്ട്. നിർമ്മാണ മേഖലയിൽ മെറ്റൽ, എംസാൻഡ്, പാറപ്പൊടി എന്നിവ ലഭ്യമാക്കാൻ ക്രഷറുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി മുമ്പ് തന്നെ നൽകിയിരുന്നു. രോഗസ്ഥിരീകരണ കണക്ക് 10% താഴെ എത്തുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരണമെന്ന് കേന്ദ്രം കത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രഹസനം പോലെ കേരളത്തിൽ ലോക്ക്ഡൌൺ 9 വരെ നീട്ടിയത്. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ പഠനോപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകും. വിവിധ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടക്കുന്നതിനാൽ ഭാഗികമായിട്ടെങ്കിലും പൊതുഗതാഗതത്തിനും അനുമതി നൽകിയേക്കും. ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും പോലെയുള്ള സ്ഥാപനങ്ങളെയും ഓട്ടോറിക്ഷ, പ്രൈവറ്റ് ബസ് തൊഴിലാളികളെയുമാണ് ഈ പ്രഹസന ലോക്ക്ഡൌൺ ഏറ്റവും അധികം ബാധിക്കുന്നത്. സർക്കാരാകട്ടെ ഇത്തരക്കാർക്ക് യാതൊരു സാമ്പത്തിക സഹായവും ചെയ്യുന്നുമില്ല. യാതൊരു പ്രയോജനവുമില്ലാത്ത ലോക്ക്ഡൌൺ ഇങ്ങനെ നീണ്ടുപോയാൽ അതുകൊണ്ട് ദുരിതത്തിലാകുന്നത് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ മാത്രമായിരിക്കും.